പട്ടിപ്രേമികളെയും പട്ടി കടിയേക്കുന്ന അവരെയും എല്ലാവരുടെയും കുറ്റങ്ങൾ, എല്ലാവരുടെയും കുറവുകൾ കണ്ടെത്തി അതിനൊരു പരിഹാര മാർഗം തേടുകയാണ് മനുഷ്യാവകാശം ചെയ്യുന്നത്. ഇപ്പോൾ ഈ സ്ത്രീയുടെ കാര്യം ഇവിടെ പറഞ്ഞു, ഹോസ്പിറ്റലിലെ ഡോക്ടറിൻ്റെ അവഗണന, അതിന് എതിരെ മനുഷ്യാവകാശം എതിരിടും. ഞങ്ങൾ അതിൻ്റെ ആധികാരികൾക്ക് കടലാസ് കൊടുക്കുകയും അതിൻ്റെ നടപടികൾക്ക് നടത്തുവാനായിരിക്കും. പ്രധാനമന്ത്രിക്കും നമ്മുടെ ഇന്ത്യയിലെ ആരോഗ്യമന്ത്രിക്കും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പട്ടി പ്രേമികളുടെ ഒന്നും ഞങ്ങൾക്ക് ആർക്കും ഒന്നും ഒരു വൈരാഗ്യവുമില്ല, എതിർപ്പുമില്ല. പക്ഷേ അവർ ഓർക്കണം, ഈ പട്ടിക്കടി കൊള്ളുന്നത് ആ പട്ടിപ്രേമികൾക്കല്ല. ഞങ്ങള് നടക്കണ്ടേ റോഡിൽ കൂടെ? ഷെൽട്ടർ ഹോം സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ അത് അംഗീകരിക്കേണ്ടത് നിങ്ങൾ. സുപ്രീം കോടതി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ സമ്മതിക്കും, ഷെൽട്ടർ വേണമെന്നാ പറയുന്നത്. സർ, ഞങ്ങൾ ആരും പട്ടിപ്രേമികളല്ല, ഉള്ള കാര്യം തുറന്നു. ഞങ്ങളൊക്കെ താങ്കൾ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന് പറയുന്നത് പോലെ ഞാനൊരു മൃഗ അവകാശ പ്രവർത്തകയാ. എന്നെ സംബന്ധിച്ച് മൃഗങ്ങളിലെ മനുഷ്യന്മാർക്ക് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന ജീവിക്കാനുള്ള അവകാശം പറഞ്ഞോട്ടെ സാറേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അദ്ദേഹം മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന് പറഞ്ഞതുപോലെ ഞാനൊരു മൃഗാവകാശ പ്രവർത്തക. എന്റെ മൃഗാവകാശം ഞാൻ അതിലേക്കാ വരുന്നത്. ഞാനൊരു മൃഗാവകാശ പ്രവർത്തകയാണ്. എന്റെ മൃഗാവകാശ പ്രവർത്തനങ്ങളെല്ലാം ഞാൻ ലക്ഷ്യം വെക്കുന്നത് മനുഷ്യാവകാശ പ്രവർത്തനത്തെ തന്നെയാണ്. അതായത് തെരുവിൽ നായുണ്ടെങ്കിൽ അവ ഒരു മനുഷ്യനെ കടിക്കാതിരിക്കുക, അത് വട്ടം ചാടി അപകടങ്ങൾ പറ്റാതിരിക്കുക. ഇതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഈ 25 വർഷമായി ദയാ ആനിമൽ വെൽഫെയർ ഓർഗനൈസേഷൻ ഇവിടെ സ്ഥാപിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ വൺ ഓഫ് ദ ഫൗണ്ടർ മെമ്പറാണ് ഞാൻ. ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഇപ്പം ഈ മകള് മരിച്ച ഉമ്മ പറഞ്ഞ പോലെ തന്നെ കുട്ടിയാണെങ്കിലും പട്ടിയാണെങ്കിലും ഇവിടെ സംവിധാനം നേരാവണ്ണം പ്രവർത്തിക്കാത്തതാണ് ഈ പട്ടി ഇവിടെ പെരുകാനും കാരണം, കുട്ടിക്ക് കടിയേക്കാനും അത് മരിക്കാനും കാരണം. മേടവും കരം കൊടുത്ത് ജീവിക്കുന്ന, ഞാനും കരം കൊടുത്ത് ജീവിക്കുന്നേ. അപ്പൊ എന്റെ കുഞ്ഞിന് ഒരു പട്ടിയുടെ പേരിൽ ജീവൻ കളയേണ്ട ഒരു അവകാശവും എന്റെ കുഞ്ഞിന് ഉണ്ടോ? ജീവിക്കുന്നത് മനുഷ്യനാണ്. ഈ സർക്കാരിനായാലും പട്ടിയല്ല വോട്ട് ചെയ്യുന്നത്, മനുഷ്യനാണ്. ഇപ്പൊ 2 മാസം കഴിഞ്ഞ് ഇലക്ഷൻ വരും. ഇവരെല്ലാം ആരെ മുന്നിലാ വന്ന് നിൽക്കുന്നത്? പട്ടിയുടെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത്, ഒരിക്കലും അല്ല മനുഷ്യന്റെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ എന്ത് വേണം? ജനങ്ങൾ തീരുമാനിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.